അസ്സലാമലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് 17 കേട്ടോ. രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ സമയത്ത് ഹേസൂട്ടനും കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല രാവിലെ തന്നെ എഴുന്നേക്കുമെന്ന്. പക്ഷേ നമ്മൾ കഴിക്കാനായിട്ട് ഫുഡ് എടുത്ത സമയത്ത് തന്നെ ആൾ വന്ന് പുറകിൽ നിൽപ്പുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫീഡൊക്കെ ചെയ്തിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമസ്കരിച്ച് ഖുർആനൊക്കെ ഓതിയതിന് ശേഷം വീഡിയോയുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ നോമ്പുറപ്പാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഇന്ന് നമ്മുടെ മുതുകുള വാപ്പച്ചിയുടെ ആണ്ടാണ് കേട്ടോ. അതായത് എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പാടെ ആണ്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മച്ചിക്ക് 2 അനിയത്തിമാരാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഉമ്മച്ചി വാപ്പച്ചിയായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു ഒത്തുകൂടലാണെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ മുതലേ ക്ലീനിങ് പരിപാടിയൊക്കെ ഞാനും ഉമ്മച്ചി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേറ്റ സമയത്ത് ഇൻ്റർലോക്കിലൊക്കെ ആവശ്യത്തിന് വേണ്ട കരിയിലകളൊക്കെ വീണിട്ടുണ്ടായിരുന്നേ. ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒന്നുകൂടി ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചി അടിച്ച് വരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹേസൂട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഹേസൂട്ടിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്ന് എന്തോ പരിപാടി നടക്കാൻ പോകുന്നെന്ന്. കാരണം തുടക്കലും കഴുകലും ഒക്കെ ആയിട്ട് നമ്മൾ രണ്ടുപേരും പണിയിലായിരുന്നേ. ആ സമയത്ത് മുതൽ ഭയങ്കര നിർബന്ധവും വാശിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചിട്ട് ആൾ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മളെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കി ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് അറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ അടിച്ചു വാരുന്നതൊക്കെ കണ്ടിട്ട് കുറേ നേരമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് അവൻ്റെ കോയിനൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. ഇന്നലെ ഇവൻ്റെ കയ്യിൽ ഈ ഒരു കോയിൻ്റെ ടിന്നിരിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേരിട്ട് ചോദിച്ചു കേട്ടോ, ഇത് പ്രശ്നമില്ലേ അവൻ വായിലൊക്കെ വെക്കില്ലേന്ന്. ആദ്യമൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു, വായിലൊക്കെ വെക്കുമായിരുന്നു. പിന്നീട് വഴക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ പേടിയുണ്ട് കേട്ടോ. ഇപ്പോൾ കയ്യിൽ കൊണ്ട് നടക്കുകയേ ഉള്ളൂ. എന്തോ മൂല്യമുള്ള ഐറ്റം ആണെന്ന് മനസ്സിലായതുകൊണ്ട് ആർക്കും തരാതെ അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലറ പൈസ ഒരു ടിന്നിലിട്ട് വെച്ചതാണ്. കുറച്ച് ദിവസം കോവിനൊക്കെ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ 1 രൂപ എടുക്കുന്നത് കണ്ടിട്ട് പിന്നെ ടിന്നിന് കരച്ചിലായി. പിന്നെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അത് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ വിചാരിച്ച് കയ്യിൽ വെച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ടോയ്സിനേക്കാളും വിലയുള്ള സാധനങ്ങളല്ലേ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഉമ്മാമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഉമ്മാമ വന്ന സമയത്ത് ഭയങ്കര കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു. ആ ഒരു ഗേറ്റ് കുറ്റിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ, പൂട്ടിട്ടിരിക്കുകയായിരുന്നേ. കാരണം ഇവന് ഇറങ്ങി പോകാനായിട്ട് അറിയാം, ആ ഒരു ഗേറ്റ് തുറക്കാനായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് തന്നെ നമ്മൾ പൂട്ട് വാങ്ങിച്ചിട്ട് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം കളിച്ച് ക്ഷീണിച്ച സമയത്ത് ഞാൻ കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം രാവിലെ എഴുന്നേറ്റ സമയത്തും ഫീഡ് ചെയ്തിട്ട് ഉറങ്ങിയതല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കൂരവ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടാമത് എഴുന്നേറ്റ സമയത്താണ് കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറുക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ ഒരു ഓർഡർ ഇല്ലാത്തൊരു ഉറക്കവും എഴുന്നേക്കലും ഒക്കെ ആയിരുന്നു ഹേസൂട്ടന്. എന്തോ ഇന്ന് നടക്കാൻ പോകുന്നത് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. ഉറങ്ങിയിട്ടും ആൾക്ക് ഒരു സമാധാനമില്ല, എഴുന്നേറ്റിട്ടും ആൾക്ക് സമാധാനമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നേ. അതിനുശേഷം കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ രാവിലെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഉള്ളി പൊളിക്കൽ എന്ന് പറയുന്നത് വല്ലാത്ത ടാസ്ക് പിടിച്ചൊരു കാര്യമാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ വേണം. എങ്കിലും ഞാൻ ഇപ്പോൾ സ്പീഡപ്പ് ആയി തുടങ്ങി കേട്ടോ. അരിയാനും എടുക്കാനൊക്കെ സ്പീഡാണ്, പക്ഷേ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. വലിയ എരിവില്ലാത്ത ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കണ്ണ് നിറയെ. ഈ ഒരു ചെറിയ ഉള്ളിയൊക്കെ തൊലിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അരിയുന്ന സമയത്ത് നോർമൽ എല്ലാവരും കരയുമായിരിക്കും, പക്ഷേ ഇത് തൊലി പൊളിക്കുന്ന സമയത്ത് മുതൽ ഞാൻ കരച്ചിൽ തുടങ്ങും കേട്ടോ. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു പാത്രം ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വൃത്തിയായിക്കൊണ്ടിരുന്ന സമയത്ത് മമ്മു വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അവിടെ നിന്ന് കയറിയതാണ്. ഇവൻ കോട്ടയം കിംസിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. റേഡിയോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നോമ്പുറപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. 2 ദിവസം ഉണ്ട് ലീവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ മമ്മു എത്തി. കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് നല്ല ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ട്രാവൽ ചെയ്ത് ആകെ ക്ഷീണിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ വെള്ളമൊക്കെ വാർന്ന് സെറ്റായിട്ടിരിക്കും. കുക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഹേസൂട്ട് എന്താ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ പാടെ തന്നെ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് എണ്ണ ഇട്ടേക്കാന്ന് വിചാരിച്ച ദേഹത്ത്. കാരണം ഇന്നലെ നന്നായിട്ട് കൊതുകൊക്കെ കടിച്ചിട്ട് ഒരുപാട് പാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നേ. അപ്പോൾ എന്തായാലും അതങ്ങ് പെർമനൻ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബീഫർ ബേബീസിൻ്റെ ബോഡി ഓയിലും അതേപോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹെർബൽ ഓയിലും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഹേസുട്ടൻ എന്ന് ദേഹത്ത് കുറച്ച് നേരം ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് പണികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ നേരം കൊണ്ട് ദേഹത്ത് നന്നായിട്ട് പിടിച്ചോളും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പാത്രങ്ങൾ കഴുകാനും അടിച്ചു വാരാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം സ്നാക്സിന് വേണ്ടിയിട്ട് സമൂസയുടെ ഷീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വാഴയ്ക്കൊപ്പം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നേരത്തെ തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എളുപ്പമായിരിക്കും. നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ അത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മൈദമാവും കുറച്ച് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് സോഡയും കൂടെ ഇടണം കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മമ്മുൻ്റെ കൂടെ കുറച്ച് നേരം വന്ന് കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. ഞാനങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്ന സമയത്ത് കറക്റ്റ് ടൈമായിരുന്നു. കുഞ്ഞുമ്മയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തെ കുഞ്ഞുമ്മ നെടുമങ്ങാടാണ് കേട്ടോ. അമ്മായും ഫാമിലിയും വന്ന സമയത്ത് വരുന്ന വഴിക്ക് തന്നെ നച്ചുമ്മയും കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇസായും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തായും ഇവായും വന്നിട്ടില്ല. അവർക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വരുന്ന വഴിക്ക് അമ്മയൊക്കെ ഇസായി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അവർ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇവാക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്താക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടേ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് സന്തോഷം വരുന്നത്. ആദ്യമൊക്കെ വീട് ഉറങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന സമയത്ത് ഭയങ്കര സന്തോഷം ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു. 3 പേരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവും കോമഡി പറച്ചിലും ഒക്കെയാണ്. കുഞ്ഞുമ്മയും ഉമ്മച്ചിയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഹേസുട്ടൻ എന്തായാലും ഇസായെ കണ്ടതിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. പിന്നീട് കുളിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, എണ്ണയൊക്കെ തേച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഇസായെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കളിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നേ. പിന്നെ എണ്ണയൊക്കെ തേച്ച് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. കുളിപ്പിച്ചതിന് ശേഷം അവരെ അവിടെ കളിക്കാനൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ വാപ്പച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒറട്ടിയും ചിക്കൻ കറി കേട്ടോ. ഒറട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ അരിയിൽ, അതായത് ചമ്പാവരി അരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒറട്ടിയാണ്. നല്ല കട്ടിയുള്ള പത്തിരിയാണ് കേട്ടോ ഒറട്ടി എന്ന് പറയുന്നത്. പിന്നെ നല്ല നാടൻ ചിക്കൻ കറി ഉമ്മച്ചി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒറട്ടിക്കുള്ള മാവൊക്കെ കുഴച്ചിട്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. കുഞ്ഞുമാരൊക്കെ കൂടെ തന്നെ ഉണ്ട്. അതിനിടയിൽ തന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്തി പോലെ ആക്കിയിട്ട് രണ്ടുപേരെയും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇസായും ഹേസുട്ടനെയും. ഇതിനിടയിൽ അവരെയും കൂടെ നോക്കണമല്ലോ, അതുകൊണ്ട് അവരെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഹേസുട്ടനുള്ള ഫുഡിന്റെ അലാറം കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് എളുപ്പമായിരുന്നേ. അങ്ങനെ അവരതിനിടയിൽ ഓരോ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു, ഓടി കളിക്കുന്നുണ്ടായിരുന്നു, ഒളിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ പരിപാടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നച്ചുമ്മായും ഉമ്മച്ചിയും പുറത്ത് നിന്നുള്ള പണിയിലായിരുന്നു, പക്ഷെ അമ്മ അകത്തുള്ള പണിയിലായിരുന്നേ. നമുക്ക് 2 കിച്ചണുണ്ട് കേട്ടോ. പുറത്ത് അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചണാണ്. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ബൾക്കായിട്ട് വെക്കുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുന്ന അടുപ്പുകളാണ്. അകത്താണെന്നുണ്ടെങ്കിൽ അമ്മ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈയും അപ്പത്തിനുള്ള മാവും ഒക്കെ സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സംഭവം സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഉമ്മച്ചി രാവിലെ തന്നെ നമ്മുടെ ജ്യൂസ് മുന്തിരി പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അരിച്ചൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് ജ്യൂസ് അരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് മുന്തിരി വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന സമയത്ത്. ഉമ്മച്ചി ബോൾ ഗ്രേപ്സും ഉണ്ടാക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. മുന്തിരിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എടുക്കുന്ന ആ ഒരു ജ്യൂസ് അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. ഒന്ന് മുന്തിരിയും ഒന്ന് വാട്ടർ മെലനുമാണ്.
വാട്ടർമെലൺ എടുത്ത സമയത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം അത് അരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ. കാരണം നല്ല സീഡുള്ള ഐറ്റമായിരുന്നു കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർമെലൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 2 ജ്യൂസ് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ നോമ്പ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ജ്യൂസായിട്ട് അടിച്ചത്. ഒന്ന് ഫ്രഷ് ജ്യൂസായിട്ടും ഒന്ന് അല്ലാതെ ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ള ജ്യൂസായിട്ടും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവർക്കും നല്ല ദാഹവും ക്ഷീണവും ഉള്ളതുകൊണ്ട് തന്നെ രണ്ടും നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട് നല്ല ലിക്വിഡായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രണ്ടും റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അതിന് ശേഷം കട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. കാരണം സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ പിള്ളേരെ കാര്യം കൂടെ നോക്കണം. ഹേസുട്ടിനെ ഇസാഡയിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതൊന്നും നോക്കണം. കാരണം അവളെ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഓടിക്കളിച്ചിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് പോയി നോക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. വാട്ടർമെലൺ കട്ട് ചെയ്ത സമയത്ത് അത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം ഓട്ടം മാത്രമേ നടക്കുന്നുള്ളൂ. നല്ല രീതിയിൽ എനർജി പോകുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ രണ്ടുപേർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അതിനുശേഷം കട്ട് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വാട്ടർമെലനും നമ്മുടെ ഷമാം ഉണ്ടായിരുന്നു, പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ വാഴയ്ക്കപ്പം ഉണ്ടാക്കാം, സമൂസ ഉണ്ടാക്കാം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ വാഴയ്ക്കപ്പത്തിന് എടുത്ത സമയത്ത് തന്നെ എല്ലാവരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമൂസയൊന്നും ഇനി വേണ്ട, ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ മതിയെന്ന്. കാരണം ഓയിൽ കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് ഒരുപാടായി കഴിഞ്ഞാലും വേസ്റ്റ് ആവുകയുള്ളൂ, ആരും കഴിക്കില്ല. നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതലും എല്ലാവരുടെയും പോളിക്കൊക്കെ കുറവാണ്. ജ്യൂസൊക്കെ കിട്ടിയാൽ മതി, വേറെ ഐറ്റം ഒന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറുതെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് തന്നെ കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത സമയത്തൊക്കെ കുറച്ച് വാഴയ്ക്കപ്പം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വാഴയ്ക്കപ്പമൊക്കെ റെഡിയാക്കി മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പഴമൊക്കെ കട്ട് ചെയ്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വാഴയ്ക്കപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് അമ്മ അപ്പം ചുടുന്നുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ തന്നെ ഹീസുട്ടനും മിസ്സാക്കും ഞാൻ കഞ്ഞി കൊടുക്കാനായിട്ട് പോവുക. നമ്മുടെ കുടുംബ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ ഇന്ന് നമ്മുടെ ചിലവായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ട, പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്നെ മേടിച്ചിട്ട് എല്ലാം റെഡിയാക്കിക്കോളും. അപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഐറ്റംസും കട്ട് ഫ്രൂട്ട്സും കഞ്ഞിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നേ. പിന്നെ മെയിനായിട്ടുള്ള ഐറ്റം അരിപ്പത്തിരിയോ അപ്പോ കിഴങ്ങോ ബീഫോ ചിക്കൻ കറിയോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും വാങ്ങിയിട്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. അവിടെ ആമ്പിള്ളേരെല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട് ഖബർ സിയാറത്തിന് വേണ്ടിയിട്ട്. പപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും ഖബറിൽ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ പാത്രങ്ങളൊക്കെ ഒരുപാട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അപ്പോഴപ്പോഴും തന്നെ കഴുകി ഒതുക്കുകയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരുപാടുണ്ടാകും. അവസാനം എല്ലാവർക്കും മടിയായി പോവേ. അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങ് കഴുകി ഒതുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അമ്മ ദാ അവിടെ അപ്പവും ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ വാഴയ്ക്കപ്പം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഞാൻ ജ്യൂസ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി എടുക്കാനുണ്ടായിരുന്നു. കഴുകാനുണ്ടാകാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം മഴയൊക്കെ പെയ്ത സമയത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ വീണ്ടും കിണറ്റിൽ നിന്ന് വെള്ളം താഴ്ന്നിട്ടുണ്ട്. വല്ലാത്തൊരു വേനലിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. നല്ല ചൂടും കാര്യങ്ങളും ഉണ്ട്. എല്ലാവർക്കും നല്ല ക്ഷീണവും ഉണ്ടായിരുന്നേ. അതിനിടയിൽ 2 പേരെ മിസ്സിങ് ആയതുകൊണ്ട് ഞാൻ ചെന്ന് നോക്കിയ സമയത്ത് ഇസ ഫോണിൽ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുകയായിരുന്നു ഈസുട്ടൻ. ഇന്ന് എന്തോ ഇത്തായ കിട്ടിയപ്പോൾ ഭയങ്കര കൂളായിട്ട് കാമായിട്ടൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇസ വന്നതിന് ശേഷം ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് അലമാരിയിലൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പോയി ഫ്രഷായി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ദുആ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തു. അണ്ണനാണ് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് ദുആ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇന്ന് മാറ്റൊക്കെ വിരിച്ചിട്ട് ഹേസുട്ടൻ്റെ മാറ്റാണ് കേട്ടോ കട എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാറ്റൊക്കെ വിരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും വളഞ്ഞിരുന്ന് താഴെ ഇരുന്നായിരുന്നു നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അപ്പൂസും ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. മമ്മൂൻ്റെ ചങ്കാണ്. അപ്പോൾ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ. വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ ആയിരുന്നു. ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഒത്തുകൂടൽ വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടാറൊക്കെ ഉണ്ട്. ഞാൻ സൗദിയിൽ നിന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടെ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത് വല്ലാത്ത വേറൊരു വൈബ് തന്നെയാണ്. എല്ലാം വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. കാരണം മാക്സിമം എനിക്ക് എല്ലാവരോടും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. കാരണം ഇവർ 3 പേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയും
കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും പ്രൈവസി മാനിച്ചുകൊണ്ട് ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോസ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. എല്ലാവരും കൂടിയ സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോഴാണ് വല്ലാത്തൊരു സങ്കടം. അങ്ങനെ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തൊക്കെ യേസുട്ടൻ ഭയങ്കര ബഹളമായിരുന്നു. ഉറക്കം വന്നിട്ടായിരുന്നു കേട്ടോ ഭയങ്കര ബഹളം വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം അപ്പൂസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അകത്ത് കയറി വന്ന സമയത്ത് വീണ്ടും കരച്ചിലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഉറക്കം വന്നിട്ടാണെന്ന്. അങ്ങനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമസ്കരിച്ച് ഇസായും സൈലൻ്റ് ആയിട്ട് ഉറങ്ങാനുള്ള ശ്രമമായിരുന്നു. ഞാൻ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമസ്കരിച്ചതിന് ശേഷം വന്നിട്ട് ഫുഡൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമസ്കരിക്കാനായിട്ട് ആംബുലർ ഐറ്റംസ് എല്ലാം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ചായ ഇടലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം അങ്ങനെ നമസ്കരിച്ച് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ നേരം കൂടിയൊക്കെ വർത്താനം പറഞ്ഞു. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഇതൊരു വല്ലാത്തൊരു വിഷമമാണ്. ആരും പോകണ്ടെന്ന് തോന്നിപ്പോവേ. പക്ഷേ എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വേറെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടും ഇന്നൊരു ദിവസം തന്നെ കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ അമ്മായും അച്ഛമ്മായൊക്കെ വീട്ടിലേക്ക് പോയേ. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും മാമിച്ചിമാരെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ. വന്നപ്പോൾ മുതൽ അണ്ണൻ്റെ പിറകേന്ന് മാറുന്നുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ പോയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പോകുന്നവരെ അണ്ണൻ്റെ പിറകെ തന്നെയായിരുന്നേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ യേസുട്ടൻ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇല്ല ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി അവസ്ഥയായിരുന്നു. വീടങ്ങ് ഉറങ്ങി. പിന്നെ ഈ 2 ഐറ്റംസ് ഉള്ളതുകൊണ്ട് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വ്ലോഗിലൂടെ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.